വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ BCom സ്റ്റുഡൻസിന്റെ അവസാനത്തെ എക്സാം ആണ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സബ്ജക്ട്സും അവൈലബിൾ ആണ്. നമ്മൾ വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന 5 മാർക്സ് ചോദ്യത്തിലെ ആദ്യത്തെ മാർക്കറ്റിംഗ് എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബേസിക്സ് എന്തായാലും നോക്കി വെക്കുക ഒരെണ്ണം. ദെൻ നെക്സ്റ്റ് പ്രോസസ് ഓഫ് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ്, സെക്കൻഡ് ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ IMC എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ് നിർബന്ധമായി നോക്കണം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് റിപ്പീറ്റ് ആണ് ടാർഗറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടുള്ളത്. എന്താണ് ടാർഗറ്റ് മാർക്കറ്റിംഗ്, അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്, അതും നോക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നൈക്ക് മാർക്കറ്റിംഗ് എന്താണ്, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യനും വരാറുണ്ട്, നിർബന്ധമായും നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും ലോജിസ്റ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ physical distribution and logistics. സ്കിപ്പ് ചെയ്യരുത്, ആ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ഫങ്ഷൻസ് ഓഫ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഫങ്ഷൻസ് ഓഫ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിൻ്റെ ബേസിക്സും നോക്കി വയ്ക്കണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേച്ചർ. ഓക്കെ, മറ്റൊരു ടോപ്പിക്കാണത്. പിന്നെ നമുക്ക് എപ്പോഴും പറയുന്ന ആ 4 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും റിപ്പീറ്റ് ആണ്, അത് എന്തായാലും നോക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ, അഡ്വർടൈസിങ്, ദെൻ സെയിൽസ് പ്രൊമോഷൻ. ഇത് 3ലും ഏതെങ്കിലും ഒരെണ്ണം മാറി ഇടുവേ. പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിക് റിലേഷൻ. ഈ 4ലും എന്താണെന്നും അതിൻ്റെ എന്താ പറയുക ബേസിക് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കണം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗും അഡ്വർടൈസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ്. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത്. then മറ്റൊരു ക്വസ്റ്റ്യൻ ബ്രാൻഡിങ്. 3 ടോപ്പിക്ക് അവിടെയും. ബ്രാൻഡിങ് ഉണ്ട്, പാക്കേജിങ് ഉണ്ട്, ലേബലിംഗ് ഉണ്ട്. ഈ 3 അഡ്വാൻറ്റേജസ് ആൻഡ് ഫങ്ഷൻസ് നോക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും മാറി ഇടുന്നതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതും നോക്കി വയ്ക്കണം. 5 മാർക്കിൻ്റെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ.
പിന്നെ ഞാൻ നേരത്തെ സെയിൽസ് പ്രൊമോഷൻ്റെയും മറ്റേ ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസും അതിൻ്റെ അഡ്വാൻറ്റേജസും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നമുക്ക് മാറി മാറി എക്സ്പെക്ട് ചെയ്യാം. റിപ്പീറ്റ് ആണ് കേട്ടോ. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് മാർക്കറ്റിംഗ് മിക്സ് എന്താണ്? ബേസിക് ചോദ്യമാണ്, നമുക്കത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രോഡക്റ്റും സർവീസും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. റിപ്പീറ്റ് ആണ് കേട്ടോ, നിർബന്ധമായി നോക്കിയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് സെഗ്മെന്റേഷൻ ഉണ്ട്. മാർക്കറ്റ് സെഗ്മെന്റേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. മാർക്കറ്റ് സെഗ്മെന്റേഷനിലെ ഏതെങ്കിലും ഒരു ബേസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ ബേസിസ് ആണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ മാത്രം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് സെഗ്മെന്റേഷനിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എടുത്തിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രാറ്റജീസും നമുക്ക് ഉണ്ട്, അതും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് റൂറൽ മാർക്കറ്റിങ്ങിൻ്റെ ചലഞ്ചസ്. റിപ്പീറ്റ് അല്ല, അത് നല്ലൊരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ചലഞ്ചസ് ഓഫ് റൂറൽ മാർക്കറ്റിംഗ്. എന്ത് രീതിയിലും മാർക്കാ, ഉള്ളിലൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളാണ്. ദെൻ നെക്സ്റ്റ് റീറ്റെയിലർ ആരാണ്, റീറ്റെയിലറുടെ ഫങ്ഷൻസ്. ഓക്കെ, ബേസിക് ടോപ്പിക്കാണ്, വളരെ എളുപ്പമാണ്, ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ദെൻ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ്. എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഫോർ ഈ പേയ്മെൻറ്റ് സിസ്റ്റം, ഈ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, അതും നിർബന്ധമായി നോക്കുക. നേരത്തെ ഞാൻ കൺസ്യൂമർ ബിഹേവിയർ പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ കൂടെ അത് പറയണമായിരുന്നു. കൺസ്യൂമർ ബിഹേവിയറിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് താഴെ തന്നെ അല്ലെങ്കിൽ പറയാം, സെപ്പറേറ്റ് കേട്ടോ. കൺസ്യൂമർ ബിഹേവിയർ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിരിക്കണം. പിന്നെ നമുക്ക് ഈ സെഗ്മെന്റേഷനിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ട്രാറ്റജീസ് ഉണ്ട് മാർക്കറ്റ് സെഗ്മെന്റേഷനിൽ. അതിൽ അൺഡിഫറൻഷിയേറ്റഡ്, മാസ് മാർക്കറ്റിംഗ്, അങ്ങനെയുണ്ട്. ആ കൺസെപ്റ്റുകൾ നോക്കിയിരിക്കണം. അതിലിപ്പോൾ മാസ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്, അത് നോക്കാം കേട്ടോ. 5 മാർക്കിന് വരാറുണ്ട്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ മേജർ ചാനൽ ഫങ്ഷൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ചാനൽ ഫങ്ഷൻസ് ഇൻ മാർക്കറ്റിംഗ്. അത് എളുപ്പമാണ് കേട്ടോ, ഇൻ മാർക്കറ്റിംഗ് വളരെ എളുപ്പമാണ്, കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ചാനൽ ഫങ്ഷൻസ്. ദെൻ അഡ്വർടൈസിങ്ങിൽ തന്നെ അഡ്വർടൈസിങ് മീഡിയ ഉണ്ട്, അതിൻ്റെ ഇഫക്റ്റീവ്നെസ്. അഡ്വർടൈസിങ് മീഡിയയുടെ ഇഫക്റ്റീവ്നെസ് മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ PLC നോക്കണം, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഐഡിയാസ്. സോഴ്സസ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഐഡിയാസ്. ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് സാധാരണ എസ്സേക്കുള്ളൊരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ പരിഗണിക്കാറ്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്
സ്റ്റേജസ് SAക്കാണ് കൂടുതൽ കേട്ടോ, ഇതിൽ വരല് കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത കുറച്ച് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസിനേക്കാൾ ഉപരി ഒരു പ്രാവശ്യം ഇട്ട് അടുത്ത പ്രാവശ്യം ഇടാണ്ട് മാറി മാറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രത്തോളം റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇടാൻ കാരണം. അപ്പോൾ മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കൺസ്യൂമർ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ്, IMC എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ്, ടാർഗറ്റ് മാർക്കറ്റിംഗ്, നൈറ്റ് മാർക്കറ്റിംഗ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും ലോജിസ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ്, ഫങ്ഷൻസ് ഓഫ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ നേച്ചർ, അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സൺ സെല്ലിംഗ്, പബ്ലിക് റിലേഷൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻസും അഡ്വാൻറ്റേജസും നോക്കിയിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഡയറക്ട് മാർക്കറ്റിംഗും അഡ്വർടൈസിംഗ് തമ്മിലുള്ള ഡിഫറൻസ്, ബ്രാൻഡിങ്, പാക്കേജിംഗ്, ലേബലിംഗ്, ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അഡ്വാൻറ്റേജസോ ഫംഗ്ഷനോ എക്സ്പെക്ട് ചെയ്യാം. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, അതിന് ഇമ്പോർട്ടൻസ്, മാർക്കറ്റിംഗ് മിക്സ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, പിന്നെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, അതിൻ്റെ ബേസിസിൽ ഏതെങ്കിലും ഒരെണ്ണം, ചലഞ്ചസ് ഓഫ് റൂറൽ മാർക്കറ്റിംഗ്, റീറ്റെയിലർ ഫംഗ്ഷൻസ്, പേയ്മെന്റ് ട്രാൻസാക്ഷൻസ്, പിന്നെ കൺസ്യൂമർ ബിഹേവിയർ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മാസ് മാർക്കറ്റിംഗ്, അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്, പിന്നെ മേജർ ചാനൽസ് ഓഫ് ചാനൽ ഫങ്ഷൻസ് ഇൻ മാർക്കറ്റിംഗ്, അഡ്വർടൈസിംഗ് മീഡിയ, പിന്നെ PLC, പിന്നെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ. പിന്നെ ഇതിൽ നമ്മൾ ഈ ഒരു കാലഘട്ടമൊക്കെ ആയ കാരണം ലാസ്റ്റ് ചാപ്റ്ററിലത്തെ കാര്യങ്ങൾ, ഈ മാർക്കറ്റിംഗ്, അത് ഞാൻ എല്ലാത്തിലും പറഞ്ഞതാണ്, അത് എന്തായാലും നോക്കണം. അതുപോലെ തന്നെ കോമേഴ്സ്, കോമേഴ്സ്, ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പാർട്ടിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ് വരുന്നത്. ഓക്കെ, ദെൻ പിന്നെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ്, ദെൻ ലാസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ 3 പാർട്ടിലും ഉറപ്പായും വരുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും എക്സാം റിലേറ്റഡ് ലൈവുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.